ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ സാന്നിധ്യം. ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരിയേറെ സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. 103-ാം സങ്കീർത്തനം 2-ാം തിരുവചനം. സങ്കീർത്തകനായ ദാവീദ് തുറന്ന് ഏറ്റുപറച്ചിൽ നടത്തുകയാണ്. എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത്. നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കുവാൻ, നമ്മൾ കൃപയിൽ വളരുവാനുള്ള ആത്മീയ രഹസ്യമാണിത്. കർത്താവ് തന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞ് അവിടുത്തെ ആരാധിക്കുക. കർത്താവ് ഇന്നോളം നമ്മിലേക്ക് പകർന്ന സകല നന്മകളെ ഓർത്ത് അവിടുത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുക. നമ്മുടെ ജീവിതം ബ്ലെസ്സഡ് ആകാൻ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതങ്ങളിൽ കൂടുതൽ പ്രബലപ്പെടുവാനുള്ള വഴിയാണ് നന്ദി. കർത്താവ് തന്ന എല്ലാ നന്മകൾക്കായുള്ള നന്ദിയുടെ ഏറ്റുപറച്ചിൽ. ഈശോ നമുക്ക് നൽകിയ ഒരുപാട് നന്മകളുണ്ട്. നമുക്കിതിനെല്ലാം ഓർത്ത് നന്ദി പറയാം. നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ കുടുംബങ്ങളെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ സമൂഹത്തെ, നമ്മളുമായി ബന്ധപ്പെട്ട അനേകമായിരങ്ങളെ കർത്താവ് തൻ്റെ മഹത്വത്തിൽ സൂക്ഷിക്കുകയാണ്. ഈശോയെ ഹൃദയം തുറന്ന് നന്ദിയുടെ ആത്മാവിൽ ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. മനസ്സിന്റെ സകല ഭാരങ്ങൾ ഒരുപാട് നൊന്ത് നീറിക്കൊണ്ടാണ് അനേകമായിരങ്ങള് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. എൻ്റെ സഹോദര സഹോദരി, നമ്മുടെ വേദന, നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ എന്തുമാകട്ടെ, നമ്മുടെ മധ്യയുള്ള കർത്താവിന്റെ ബലമുള്ള കരങ്ങളിലേക്ക് അതെല്ലാം ഏൽപ്പിച്ചു കൊടുക്കുക. ഈശോ സർവശക്തനും സർവാധിപനുമായ ദൈവമാണ്. ഹല്ലേലൂയ. അവിടത്തേക്ക് അസാധ്യമായി യാതൊന്നുമില്ല. ഈ യാഥാർത്ഥ്യത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് നിങ്ങളായിരിക്കുന്നിടത്ത് ഒരു നിമിഷം വലതുകരം ഉയർത്തി ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ. കർത്താവായ ദൈവമേ, പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ വർഷിക്കണമേ. പരിശുദ്ധാത്മാവേ വരണമേ. പ്രാർത്ഥനയുടെ ആത്മാവായി ഞങ്ങളെ ഉണർത്തണമേ. പ്രാർത്ഥനയുടെ ആത്മാവായി ഞങ്ങളുടെ കുടുംബങ്ങളിൽ, ദേശങ്ങളിൽ, സമൂഹങ്ങളിൽ, കൂട്ടായ്മകളിൽ കത്തിപ്പടരണമേ. അനേകമായിരങ്ങളെ പ്രാർത്ഥനയ്ക്കായി പരിശുദ്ധാത്മാവേ ഉത്തേജിപ്പിക്കണമേ. ആത്മാവേ വരണമേ. ദൈവവചന ശക്തിയാലെ, ദൈവകൃപയുടെ സമൃദ്ധിയാലെ, ദൈവ തേജസ്സിനാൽ ഞങ്ങളെ പൊതിയണമേ. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. കരഘോഷത്തോടെ എല്ലാം മറന്ന് പരിശുദ്ധാത്മാവിനെ സ്നേഹത്തോടെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങളിലേക്ക് ആത്മാവിനെ വിളിക്കുക. നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് ഹോളി സ്പിരിറ്റിനെ വിളിക്കുക. നമ്മൾ അനുഭവിക്കുന്ന ദുഃഖങ്ങളിലേക്ക്, വേദനകളിലേക്ക്, സഹനങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിനെ വിളിക്കുക. പരിശുദ്ധാത്മാവ് സഹനശക്തിയുടെ ആത്മാവാണ്. പരിശുദ്ധാത്മാവ് ധൈര്യത്തിന്റെ ആത്മാവാണ്. പരിശുദ്ധാത്മാവ് ശക്തിയുടെ ആത്മാവാണ്. ആത്മാവേ വരണമേ. ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഞങ്ങൾ ഉണർവുള്ളവരാക്കണമേ. തീഷ്ണതയിലേക്ക് ഉണർത്തണമേ. ഹല്ലേലൂയ. കരമടിച്ചു പാടുന്നു. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ചേർന്ന് പാടാം. പരിശുദ്ധാത്മാവേ, സ്പിരിറ്റ് ഓഫ് പവറായി വരണമേ. ഞങ്ങളെ ഫലപ്പെടുത്തണമേ. പ്രതിസന്ധികൾ അതിജീവിക്കുവാനുള്ള കരുത്ത് നൽകണമേ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ.
ദേശങ്ങളിൽ, രാജ്യങ്ങളിൽ, ഭൂഖണ്ഡങ്ങളിൽ, കുടുംബങ്ങളിൽ കത്തിപ്പടരുക. ദൈവത്തിന്റെ തീയായി കത്തുക. ആമേൻ, ആമേൻ, ആമേൻ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി പാടി ഈശോയെ ആരാധിക്കാം. Come Holy Spirit, come Holy Spirit. മഴ പോലെ പെയ്തിറങ്ങി വാ, ആമേൻ, ആമേൻ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവേ വരണമേ, മഴ പോലെ വരണമേ, തീ പോലെ കത്തണമേ, കാറ്റായി വീശണമേ, നദിയായി ഒഴുകണമേ, ആയിരങ്ങളെ പതിനായിരങ്ങളെ കൃപയാൽ ഉണർത്തണമേ. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, വരിക 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 പരിശുദ്ധാത്മാവേ. ആമേൻ, ആമേൻ, ആമേൻ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. എല്ലാം മറന്ന ഇരു കരങ്ങളും ഉയർത്തി സർവശക്തിയോടെ ഇടിമുഴക്കത്തിന്റെ ശബ്ദത്തോടെ നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ, സർവശക്തനായ പരിശുദ്ധാത്മാവേ, സർവാധിപനായ പരിശുദ്ധാത്മാവേ, വരണമേ, വരണമേ. ഞങ്ങളെ ആരാധിക്കുന്നു, ഞങ്ങളെ സ്നേഹിക്കുന്നു, ഞങ്ങളെ ശരണപ്പെടുന്നു. പരിശുദ്ധാത്മാവേ, മഹാമാരിയുടെ പ്രതിസന്ധികളുടെ ഈ നാടുകളിൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ, കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ, ദേശങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ, സമൂഹങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ, കൂട്ടായ്മകളിലേക്ക് വ്യാപരിക്കട്ടെ. ഓരോ വ്യക്തിയിലും ദൈവത്തിന്റെ തീയായി കത്തിപ്പടരട്ടെ. Spirit of God, move, move. Hallelujah, 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 hallelujah. ദൈവ തേജസ്സിനാൽ ഞങ്ങളെ പൊതിയണമേ, ദൈവ ശക്തിയാൽ ഞങ്ങളെ പുതുക്കണമേ. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, കർത്താവിന്റെ വചനത്തിനായി ഞങ്ങൾ ഉള്ളങ്ങളെ പ്രകാശിപ്പിക്കണമേ, ഞങ്ങളുടെ ജീവിതങ്ങളെ പ്രചോദിപ്പിക്കണമേ. കം ഹോളി സ്പിരിറ്റ്, കം ഹോളി സ്പിരിറ്റ്. പ്രാർത്ഥനയുടെ അരൂപിയായി, പ്രാർത്ഥനയുടെ ചൈതന്യമായി, പ്രാർത്ഥനയുടെ ആത്മാവായി പതിനായിരങ്ങളിൽ നിറയുക, നിറയുക, നിറയുക. പരിശുദ്ധാത്മാവേ, അമ്മ മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങൾ ഏവരെയും സമർപ്പിക്കുകയാണ്. അമ്മ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥമേകണം. മഹാമാരിയുടെ നാളുകളിൽ അമ്മ മുന്നമേ നിന്ന് ഈ മഹാമാരി അതിജീവിക്കുവാൻ ഞങ്ങളെ വാത്സല്യത്തോടെ നയിക്കണമേ. ശൗസേ പിതാവേ, സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ. ആമേൻ, ഹല്ലേലൂയ. വചനം ധ്യാനിക്കുമ്പോ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തെ ബലപ്പെടുത്തുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവമായിരിക്കാം. പരിശുദ്ധാത്മാവ് ഇന്ന് ദൈവവചനത്തിൽ നിന്ന് നമുക്ക് നൽകുന്ന ആലോചന, പ്രാർത്ഥനയുടെ ആത്മാവിൽ ജീവിക്കേണ്ട സമയം. ദൈവജനം പ്രാർത്ഥനയുടെ ആത്മാവിൽ ജീവിക്കേണ്ട സമയം. മഹാമാരിയുടെ നാളുകളിൽ നമ്മൾ വലിയ പ്രതിസന്ധികളിലൂടെയും കഷ്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. സാമ്പത്തികമായി ഒരുപാട് ക്ലേശങ്ങൾ നമുക്കെല്ലാവർക്കും തന്നെയുണ്ട്. ഒരുപാട് കുടുംബങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം നട്ടം തിരിയുകയാണ്. അനേകരുടെ ജോലികൾ നഷ്ടപ്പെട്ടു പോയി. ഇതുമൂലമുണ്ടാകുന്ന സാമ്പത്തിക ക്ലേശങ്ങളും പരാധീനതകളും, ഇതിൻ്റെ എല്ലാം പരിണിത ഫലങ്ങൾ കുടുംബങ്ങൾ അനുഭവിക്കുകയാണ്. കുടുംബങ്ങളിൽ അസ്വസ്ഥത, വല്ലാത്ത നൊമ്പരങ്ങൾ, പലർക്കും വിട്ടുമാറാത്ത ചില രോഗങ്ങൾ, മരണഭയം. കോവിഡ് എന്നെ പിടികൂടുമോ, ഞാൻ മരിച്ചു പോകുമോ? പലരും
ചെറുപ്പക്കാർ പോലും മരിച്ചു പോകുമ്പോൾ അനേകരും അസ്വസ്ഥരാകുന്നു. മരണഭയത്തിൽ അവർ നൊമ്പരപ്പെടുകയാണ്. പലപ്പോഴും എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് അനേകർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എന്നാൽ കർത്താവിൻ്റെ വചനം വ്യക്തമായി നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ ദൈവം അറിയാതെയും അനുവദിക്കാതെയും ലോകത്തിലും സഭയിലും ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. ഇനി എന്ത് തന്നെ സംഭവിച്ചാലും അത് മഹാമാരിയാകാം, പകർച്ചവ്യാധിയാകാം, പ്രകൃതിക്ഷോഭങ്ങളാകാം, മറ്റു പല വിനാശങ്ങളാകാം, പെട്ടെന്നുള്ള മരണങ്ങളോ ദുരന്തങ്ങളോ വേദനകളാകാം. നമ്മുടെ വിശ്വാസം എന്താണ്? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടെ നിന്നെല്ലാം നന്മയ്ക്കായി മാറ്റുന്നു എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ വേദനയുടെ നടുവിൽ നമുക്ക് ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ പെട്ടെന്ന് സാധിച്ചെന്ന് വരില്ല. എന്നാൽ ഈ വചനം 100% സത്യമാണ്. കർത്താവിൻ്റെ വചനത്തിന് ഒരിക്കലും പരാജയമില്ല. ദൈവത്തിൻ്റെ ജീവനുള്ള വചനം വെളിപ്പെടുത്തുകയാണ്. ദൈവത്തെ സ്നേഹിക്കുന്ന സകലർക്കും അവരുടെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും അതൊക്കെ നന്മയ്ക്കാക്കി മാറ്റാൻ കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവ്. ഈ പ്രതിസന്ധികളിലൂടെ എല്ലാം ദൈവം നമ്മെ വിളിക്കുന്നത് പ്രാർത്ഥനയുടെ ആത്മാവിൽ ജീവിക്കുവാനാണ്. ലോകത്തിന് വേണ്ടി, തിരുസഭയ്ക്ക് വേണ്ടി, നശിക്കുന്ന ഒരാത്മാവിന് വേണ്ടി, ജനം അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ, ദുരിതങ്ങളിൽ ആ വേദനകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന അനേകം ആയിരങ്ങൾ ഈ നാളുകളിൽ ഉണരണം. ഇത് സ്വർഗത്തിൻ്റെ ആഗ്രഹമാണ്. വലിയ മാറ്റങ്ങൾ പരിശുദ്ധാത്മാവ് ലോകത്തിൽ കൊണ്ടുവരും. പ്രാർത്ഥനയ്ക്ക് മാത്രമാണ് ഇനി ലോകത്തെ രക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇത് സ്വർഗത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ. നമ്മുടെ അമ്മ മാതാവ് ലോകത്തിലെ പല ദിക്കുകളിലും പ്രത്യക്ഷപ്പെടുമ്പോൾ പരിശുദ്ധ അമ്മയിലൂടെ ത്രിയേക ദൈവം സംസാരിക്കുന്ന പ്രധാനപ്പെട്ട ദൂതിതാണ്: പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയുടെ ശക്തി മനസ്സിലാക്കി, പ്രാർത്ഥനയുടെ സാധ്യത തിരിച്ചറിഞ്ഞ് എൻ്റെ മക്കൾ പ്രാർത്ഥിക്കുക. സക്രിയ പ്രവചനം 12-ാം അധ്യായം 10-ാം വചനത്തിൽ ദൈവത്തിന്റെ തിരുവെഴുത്ത് പറയുന്നു: ഞാൻ ദാവീദ് ഭവനത്തിന്റെയും ജെറുസലേം നിവാസികളുടെ മേൽ കൃപയുടെയും പ്രാർത്ഥനയുടെയും ചൈതന്യം പകരും. അപ്പോൾ തങ്ങൾ കുത്തി മുറിവേൽപ്പിച്ചവനെ നോക്കി ഏകജാതനെ പ്രതി എന്ന പോലെ അവർ കരയും, ആദിജാതനെ പ്രതി എന്ന പോലെ ദുഃഖത്തോടെ വിലപിക്കും. ഈ വചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? ഇതൊരു പ്രവചന ദൂതാണ്. പ്രവാചകനായ സക്രിയ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു പറയുകയാണ്: അന്ന് ദാവീദ് ഭവനത്തിൻ്റെ മേൽ, ജെറുസലേം നിവാസികളുടെ മേൽ കൃപയുടെയും പ്രാർത്ഥനയുടെയും ആത്മാവിനെ ഞാൻ പകരും. സ്പിരിറ്റ് ഓഫ് ഗ്രേസ്, സ്പിരിറ്റ് ഓഫ് പ്രയർ. ഇന്ന് സഭയിൽ കത്തിപ്പടരേണ്ട ചൈതന്യം ഇതാണ്. ദൈവകൃപയുടെയും പ്രാർത്ഥനയുടെയും അരൂപിയാൽ സഭാമക്കൾ ഉത്തേജിക്കപ്പെടണം. ഏകജാതനെ പ്രതി എന്ന പോലെ അവർ വിലപിക്കുകയാണ്. ലോകത്തിന് ആവശ്യം അനുതാപമാണ്. ലോകത്തിന് ആവശ്യം വിശുദ്ധീകരണമാണ്. ലോകത്തിന് ആവശ്യം മാനസാന്തരമാണ്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, കാലത്തെ വിവേചിച്ചുകൊണ്ട് നമ്മൾ ആത്മാവിൻ്റെ ഐക്യതയിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അനുതാപത്തിൻ്റെ ആത്മാവിനെ ദൈവം ലോക ജനതയുടെ മേൽ വർഷിക്കും. പാപത്തിൻ്റെ പിടികള്, വഴിവിട്ട ലൈംഗിക അരാജകത്വങ്ങള്, വിശ്വാസത്യാഗം, ദൈവനിഷേധം, ദൈവദൂഷണം, നിഷ്കളങ്ക കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തല്, ദൈവം ആഗ്രഹിക്കാത്ത, ദൈവം വിഭാവനം ചെയ്യാത്ത കുടുംബ സംവിധാനങ്ങള്, ഈ തരങ്ങളിലെല്ലാം പരിശുദ്ധാത്മാവിന്റെ കാറ്റ് ആഞ്ഞു വീശും. ദൈവത്തിന്റെ തീയായി റൂഹ് അവിടെയെല്ലാം കത്തിപ്പടരുമ്പോൾ സ്വർഗം ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ, ട്രാൻസ്ഫോർമേഷൻസ്, രൂപാന്തരീകരണങ്ങൾ അവിടെയെല്ലാം സംഭവിക്കുകയാണ്. ഹല്ലേലൂയ. കാലത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട്
ദൈവജനത്തിന് പ്രാർത്ഥനയിൽ ഉണരുവാൻ കഴിയണം. കർത്താവ് ഈ പ്രതിസന്ധിയുടെ നാളുകളിൽ നമ്മളെ വിളിക്കുന്നത് പ്രാർത്ഥിക്കുവാനാണ്. സഹിച്ചു പ്രാർത്ഥിക്കുവാൻ, ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുവാൻ, വേദനകളെ, സഹനങ്ങളെ, നൊമ്പരങ്ങളെ കൃപകളായി സ്വീകരിച്ച് പ്രാർത്ഥിക്കുവാൻ അനേകം ആത്മാക്കളെ പരിശുദ്ധാത്മാവ് വിളിക്കുകയാണ്. മാതാപിതാക്കൾ കാണും പെണ്ണുമായ ഒരേ ഒരു മകൻ, ആ മകൻ പെട്ടെന്ന് മരിച്ചു പോകുമ്പോൾ ആ മാതാപിതാക്കൾക്കുണ്ടാകുന്നൊരു ഹൃദയവേദനയുണ്ട്, ഒരു ഹൃദയ നൊമ്പരമുണ്ട്. ഇതുപോലെ തങ്ങളുടെ പാപങ്ങളെ ഓർത്ത്, ഈ ലോകത്തിന്റെ അവസ്ഥയോർത്ത് വേദനിക്കുന്ന, കഷ്ടപ്പെടുന്ന അനേകം ആയിരങ്ങളെ ഓർത്ത് അനേക ഹൃദയത്തിന് തകർച്ചയുണ്ടാവും. ആത്മ തകർച്ചയാൽ പരിശുദ്ധാത്മാവ് അനേകരെ നിറയ്ക്കും. ഈ ഒരു ചൈതന്യം സഭയിലും ലോകത്തിലും കർത്താവ് പകരുകയാണ്. അതിന് അനേകം ആയിരങ്ങളുടെ പ്രാർത്ഥന സ്വർഗത്തിന് ആവശ്യമാണ്. അപ്പോസ്തലനായ പൗലോസ് സഭയെ പഠിപ്പിക്കുന്നുണ്ട്. തെസ്സലോനി സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം 16-ാം വചനത്തിൽ, നിങ്ങളെപ്പോഴും സന്തോഷത്തോടു കൂടി ഇരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇടവിടാതെ പ്രാർത്ഥിക്കുക. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് നമ്മൾ ഉണർത്തുകയാണ്. ഇടവിടാതെ പ്രാർത്ഥിക്കുക. ഓരോ പ്രതിസന്ധിയും പ്രാർത്ഥനയാക്കുക, ഓരോ വേദനയും പ്രാർത്ഥനയാക്കുക, ഓരോ സഹനവും പ്രാർത്ഥനയാക്കുക, ഓരോ ദുരിതവും പ്രാർത്ഥനയാക്കുക. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ നൊമ്പരങ്ങളെയും പ്രാർത്ഥനയാക്കുക. ഇടവിടാതെ പ്രാർത്ഥിക്കുക, ഇടവിടാതെ പ്രാർത്ഥിക്കുക. വീണ്ടും നമ്മുടെ കർത്താവ് പറഞ്ഞു, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 41-ാം വചനത്തിൽ, പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്നു പ്രാർത്ഥിക്കുവിൻ. ഇത്രമാത്രം പ്രതിസന്ധികളും കഷ്ടപ്പാടുകളും ഞെരുക്കങ്ങളൊക്കെ നമുക്കുണ്ടായിട്ടും നമ്മളിന്ന് പത്രമാധ്യമങ്ങളിലൊക്കെ കാണുന്ന കേൾക്കുന്ന വാർത്തകൾ, വഴിവിട്ട ലൈംഗികതകൾ, അക്രമങ്ങൾ, അടിപിടികൾ, അസ്വസ്ഥതകൾ, ഇതൊക്കെ പെരുകിക്കൊണ്ടിരിക്കുക. ഇത്രയും പ്രതിസന്ധികൾ നമ്മൾ നേരിടേണ്ടി വന്നിട്ട് ഇവിടെയൊന്നും മാറ്റങ്ങൾ കാണുന്നില്ല. എന്താ അതിനെ അടിസ്ഥാന മാനസാന്തരം സംഭവിക്കുന്നില്ല. കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ഇപ്പോഴും അനേകരെ തയ്യാറാകുന്നില്ല. അനുതാപമില്ലാത്ത ജീവിതം. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് പറയാണ്, പ്രാർത്ഥനയില്ലാത്ത ജീവിതങ്ങളെ പിശാച് കീഴ്പ്പെടുത്തും. പ്രാർത്ഥനയില്ലാത്ത കുടുംബങ്ങളെ സാത്താൻ തകർത്ത് കളയും. പ്രാർത്ഥനയില്ലാത്ത സമർപ്പിത സമൂഹങ്ങളെ, കൂട്ടായ്മകളെ, പ്രാർത്ഥിക്കാത്ത മിനിസ്ട്രികളെ പിശാച് കലക്കിക്കളയും. അവിടെയൊക്കെ അതിനെയൊക്കെ താറുമാറാക്കി കളയും. അസ്വസ്ഥതയുടെ, വിഭാഗിതയുടെ, വെറുപ്പിന്റെ, സംശയത്തിന്, ആശയക്കുഴപ്പത്തിന് കളകൾ വിതച്ച് തമ്മിലടിപ്പിച്ച് അതിനെ തളർത്തി നശിപ്പിക്കുവാൻ പിശാച് പരിശ്രമിക്കും. കർത്താവ് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുക. സാത്താന്റെ കെണികളിൽ നിന്ന്, അവന്റെ ചതികളിൽ നിന്ന്, അവന്റെ എല്ലാ ട്രാപ്പുകളിൽ നിന്നും രക്ഷപ്പെടാൻ നിങ്ങൾ ഉണർവോടെ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ഇത് കർത്താവിൻ്റെ വചനമാണ്, കർത്താവിൻ്റെ തിരുവെഴുത്താണ്. ഈശോ എപ്പോഴും പ്രാർത്ഥനയുടെ ആത്മാവിലാണ് ജീവിച്ചത്. നമ്മുടെ ഒരു വിഷയം, നമ്മൾ ഈ ഏറ്റവും തിരക്കുള്ള ദിവസം, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഒത്തിരി ജോലികൾ, ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ട ദിവസം, പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയുടെ സമയം കുറയാണ്. ഈശോ എന്തോരം തിരക്ക് പിടിച്ചൊരു വ്യക്തിയായിരുന്നു. മാർക്കോസിന് സുവിശേഷം 1-ാം അധ്യായം 29 മുതൽ 34 വചനങ്ങൾ നോക്കണം. രാവിലെ ദേവാലയത്തിൽ പഠിപ്പിച്ചതിന് ശേഷം ഈശോ ശിമിയോന്റെയും അന്ത്രയോസിന്റെ വീട്ടിൽ ചെല്ലുകയാണ്. കാരണം ശിമിയോന്റെ അമ്മായിമ്മ പനി ബാധിച്ച് കിടക്കുക. അവൻ്റെ വീട്ടിൽ ചെന്ന് അമ്മായിമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആ പനിയെ ശാസിച്ച് അവൾക്ക് സൗഖ്യം കൊടുത്തു. തുടർന്നുള്ള സമയങ്ങൾ ഹൗസ് വിസിറ്റിംഗ് ആണ്. പല കുടുംബങ്ങളിൽ ചെല്ലുകയാണ് ഈശോ. അനേകർക്ക് ആശ്വാസം കൊടുക്കുകയാണ്, സാന്ത്വനം കൊടുക്കുകയാണ്, വേദനിക്കുന്നവരെ സമാശ്വസിപ്പിച്ച് അവരെ ബലപ്പെടുത്തുകയാണ്. ഇങ്ങനെ പകല് മുഴുവൻ ഇത്തരത്തിലുള്ള ശുശ്രൂഷകളും മിനിസ്ട്രികളുമായിട്ട് ഈശോ പോവുകയാണ്. വൈകുന്നേരമായപ്പോൾ എന്താ സംഭവിച്ചത്? കർത്താവ് റെസ്റ്റ് എടുക്കലേ ചെയ്തത്. വൈകുന്നേരമായപ്പോൾ
വചനം പറയുന്നുണ്ട്, എല്ലാ രോഗികളെയും അവൻ്റെ അടുത്ത് കൊണ്ടുവരികയാണ്. അന്ധന്മാരുണ്ട്, ചെകിടന്മാരുണ്ട്, മുടന്തന്മാരുണ്ട്, പിന്നെ ഒരുപാട് രോഗികൾ നഗരം മുഴുവൻ ഇളകി അരികിലോട്ട് വരികയാണ്. അവിടെ വചനം പ്രസംഗിച്ചു. അതിനുശേഷം രോഗികളെ സൗഖ്യമാക്കി, പിശാചുകളെ പുറത്താക്കി. പലവിധ മിനിസ്ട്രികൾ, ഹീലിംഗ് മിനിസ്ട്രി, ഡെലിവറൻസ് മിനിസ്ട്രി, വേർഡ് ഓഫ് ഗോഡ് മിനിസ്ട്രി, ഇതെല്ലാം കർത്താവ് ചെയ്യുകയാണ്. അങ്ങനെ അർദ്ധരാത്രിയായി. വൈകുന്നേരം മുതൽ അത് ആരംഭിക്കുന്നത്. എനിക്ക് തോന്നുന്നു സമയം ചിലപ്പോൾ ഒരു 12 മണിയൊക്കെ കഴിഞ്ഞ് കാണും. കാലത്ത് തുടങ്ങിയ ശുശ്രൂഷയാണ്. ഈശോ ഈ ശുശ്രൂഷകളെല്ലാം ചെയ്ത്, എൻ്റെ സഹോദരി സഹോദരങ്ങളെ, പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത് മാർക്കോസ് 1:35 പറയുന്നുണ്ട്, അതിരാവിലെ അവൻ ഉണർന്ന് വിജനപ്രദേശത്ത് പോയി അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. യേശു പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. നമുക്ക് വലിയ ഒരു മാതൃകയെ കർത്താവ് തരുന്നത്. പരിശുദ്ധാത്മാവ് എന്താ ഇതിലൂടെ നമുക്ക് തരുന്ന ആലോചന? ഏറ്റവും തിരക്കുള്ള ദിവസമാണ് നമ്മൾ ഏറ്റവും അധികം പ്രാർത്ഥിക്കേണ്ടത്. ഹല്ലേലൂയ. നമ്മുടെ പ്രശ്നം എന്താണെന്നറിയോ? ഏറ്റവും തിരക്ക് പിടിച്ച ദിവസം നമ്മൾ ഏറ്റവും 5 മിനിറ്റ് 10 മിനിറ്റ് പോലും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. പിന്നെ എങ്ങനെ നമ്മളിൽ ആത്മശക്തി നിറയുക? നമ്മളെങ്ങനെയാ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുക? നമ്മുടെ വിഷയങ്ങളിൽ എങ്ങനെയാ ദൈവത്തിന് ഇടപെടൽ ഉണ്ടാകുക? നമ്മുടെ കുടുംബങ്ങളിൽ എപ്രകാരം കർത്താവിന്റെ തേജസ് ഇറങ്ങി വരിക? എൻ്റെ സഹോദരി സഹോദരങ്ങളെ, മറ്റൊന്നും എക്സ്ക്യൂസുകളല്ല. നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാനുള്ള ദാഹം നമുക്കുണ്ടാവണം. ഏറ്റവും തിരക്ക് പിടിച്ച സമയങ്ങളിൽ പോലും ഈശോ ഒത്തിരിയേറെ സമയം പ്രാർത്ഥിച്ചു, ഒത്തിരിയേറെ പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥനയുടെ പിൻബലത്തിലാണ് ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷകൾ കർത്താവായ ഈശോ നിർവഹിച്ചത്. എന്തൊരു റിസൾട്ടായിരുന്നു! പരിശുദ്ധാത്മ അത്ഭുതങ്ങൾ ചെയ്തു, അടയാളങ്ങൾ കാണിച്ചു, സൗഖ്യങ്ങൾ കൊടുത്തു, മാനസാന്തരങ്ങൾ കൊടുത്തു, അനേകരെ ബലപ്പെടുത്തി. അങ്ങനെ പിതാവിൻ്റെ രാജ്യം കർത്താവ് കാണിച്ചു കൊടുക്കുകയായിരുന്നു. തിരക്കപ്പെടുത്തിയ ദിവസങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കണം. ഇല്ലെങ്കിൽ ദിവസങ്ങൾ കഴിയുമ്പോൾ നമ്മൾ പല കെണികളിലും പെട്ടുപോകും. നമ്മുടെ ആത്മശക്തി ക്ഷയിച്ച് പോകും. നമ്മൾ പ്രലോഭനങ്ങൾ അകപ്പെടും. പല ട്രാപ്പുകൾ നമ്മൾ വീണുപോകും. നമ്മുടെ വിശ്വസ്തത നഷ്ടപ്പെടും. പലപ്പോഴും നമ്മുടെ വിശുദ്ധിക്ക് മങ്ങിലേൽക്കും. ഒരുപാട് വ്യക്തികളെ സാത്താൻ ഇപ്രകാരമാണ് നശിപ്പിക്കുന്നത്. അമിതമായ തിരക്ക് കൊടുത്ത് പ്രാർത്ഥനയുടെ അരൂപിയിൽ നിന്ന് അവരെ അകറ്റിക്കളയുന്നു. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഇതിൽ നമ്മൾ വളരെ ജാഗ്രതയും ശ്രദ്ധയുമുള്ളവരാകണം. രണ്ടാമത്, പരിശുദ്ധാത്മ കാണിച്ചു തരികയാണ് ഈശോയുടെ ജീവിതത്തിലെ കഠിനമായ വേദനയുടെ, നൊമ്പരത്തിൻ്റെ, കണ്ണുനീരിൻ്റെ അനുഭവങ്ങൾ ഈശോ പ്രാർത്ഥിച്ചു. മാർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 34-35 വചനങ്ങൾ. ഗെത്സമേൻ തോട്ടത്തിൽ ഈശോ മരണതുല്യമായ പ്രാണവേദന അനുഭവിക്കുകയാണ്. മരണതുല്യമായ ദുഃഖത്തിൽ ഈശോ എത്തുകയാണ്. കഠിനമായ വേദനയുടെ കഠോരമായ ദുഃഖത്തിന്റെ നടുവിലാണ് ഈശോ. ഈ സമയത്ത് കർത്താവ് എന്താ ചെയ്തത്? പഴി പറയോ, പരാതി പറയോ? നമ്മുടെ പ്രിയപ്പെട്ടൊരു മരണമടഞ്ഞു പോകുമ്പോൾ, അപ്രതീക്ഷിതമായ ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ, ഈ മഹാമാരിയുടെ ചില കൊടിയ സ്വാധീനങ്ങൾ, ചില നഷ്ടങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ വരുത്തി വെക്കുമ്പോൾ നമ്മൾ അസ്വസ്ഥരാകരുത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തെ പഴി പറയരുത്. ഈ കഠിനമായ നൊമ്പരത്തിന് നടുവിൽ നമ്മൾ പ്രാർത്ഥിക്കുവാനായി കർത്താവിന്റെ മുൻപിലേക്ക് വരണം. മരണതുല്യമായ വേദന ഈശോ അനുഭവിക്കുകയാണ്. 35-ാം വചനം പറയാ, അവൻ അല്പം മുന്നോട്ട് നിന്ന് തീഷ്ണതയോടെ പ്രാർത്ഥിക്കുകയാണ്. തൻ്റെ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായി നിലത്തിറ്റു വീഴുന്ന വിധത്തിൽ പ്രാണവേദനയോടെ, തീഷ്ണതയോടെ തൻ്റെ പിതാവിനോട് ഈശോ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, കഠിന വേദനയുടെ, ദുഃഖത്തിൻ്റെ, നൊമ്പരങ്ങളുടെ, സഹനങ്ങളുടെ, ഒറ്റപ്പെടലുകളുടെ നടുവിൽ നാം പ്രാർത്ഥനയുടെ ആത്മാവിൽ ബലപ്പെടണം. ഹല്ലേലൂയാ. ഈശോ കാണിച്ചിരുന്ന മാതൃക അതാണ്. ഇല്ലെങ്കിൽ പിശാച് നമ്മൾ അടിച്ചു കളയാം. നമ്മൾക്ക് നിരാശയും വിഷാദവും നെഗറ്റിവിറ്റിയും തന്ന് നമ്മുടെ വിശ്വാസത്തെ ക്ഷയിപ്പിക്കും. എത്ര പേരുടെ വിശ്വാസം ഇനി പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം? മകൻ നഷ്ടപ്പെട്ടു, മകൾ നഷ്ടപ്പെട്ടു, ഭർത്താവ് നഷ്ടപ്പെട്ടു, ഭാര്യ നഷ്ടപ്പെട്ടു. ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചതാ, ഉപവസിച്ചതാ, ദൈവം പ്രാർത്ഥന കേട്ടില്ല. ഇനി എന്തിനാ പ്രാർത്ഥിക്കുന്നത്? പ്രിയപ്പെട്ടവരെ,
ഇതൊരു പീഡയാണ്. ഈ സമയങ്ങളിൽ നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത് കഠിനമായ വേദനയുടെ നടുവിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമുക്ക് ബലവും ആശ്വാസവും തരും. ഈ സമയത്ത് ഒരു ദൂതൻ ഇറങ്ങി വന്ന് ഈശോയെ ശക്തിപ്പെടുത്തി എന്ന വചനം പറയുന്നത് ഈശോയെ ബലപ്പെടുത്തുകയാണ്. ഒന്നാമതൊരു ഭാഗം നമുക്ക് കാണാൻ കഴിയുന്നത് വിജയത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും നടുവിൽ പ്രാർത്ഥിക്കാൻ നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ ഏറ്റവും പ്രാർത്ഥിക്കേണ്ടത് മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 13 മുതൽ 21 വരെയുള്ള വചനങ്ങൾ. അവിടെ 5 അപ്പവും 2 മീനും അനേകമായിരങ്ങൾക്ക് അത് പകർന്നു കൊടുക്കുകയാണ് കർത്താവ്. വലിയൊരു മിനിസ്ട്രിയാണ്, വലിയൊരു അത്ഭുതമാണ്. ജനം മുഴുവൻ ഭക്ഷിച്ച് തൃപ്തരായി. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, അവർ കർത്താവിനെ രാജാവാക്കാൻ നോക്കുകയാണ്. ശിഷ്യന്മാർ അതിനെ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വലിയ ഒരു വിജയത്തിൻ്റെ ആഹ്ലാദത്തിൻ്റെ നടുവിൽ പലപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ വീട് പോകും, നമ്മൾ വഴി തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. പ്രതിസന്ധികളിൽ, ദുഃഖങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കും. പക്ഷെ ആനന്ദമുണ്ടാകുമ്പോൾ, വിജയമുണ്ടാകുമ്പോൾ, കർത്താവ് ഒരുപാട് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ആ സമയത്ത് പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാറില്ല. നമ്മളങ്ങ് ആ ആനന്ദത്തിൽ എൻജോയ് ചെയ്തങ്ങ് പോവാണ്. എന്നാൽ ആ സമയത്ത് കൂടുതൽ പ്രാർത്ഥിക്കണം. ഈശോയെ കൂടുതൽ നന്ദി പറഞ്ഞ് മഹത്വപ്പെടുത്തണം. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 22-21 വചനങ്ങളിൽ പറയാണ്, കർത്താവ് എന്താ ചെയ്ത്? ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ടു. ജനസഞ്ചയത്തെ പിരിച്ചുവിട്ടിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിൽക്കരുത്. കാരണം അവർ ഈശോയെ രാജാവാക്കാൻ നേതൃത്വം കൊടുക്കുകയാണ്. അവർ വഴി തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അവർ കൃത്യ റൂട്ടിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നല്ല ജ്ഞാനം കിട്ടും. നമ്മൾ പോകേണ്ട വഴി കൃത്യമാവും. കൃത്യമായ ഡയറക്ഷൻ പരിശുദ്ധാത്മാവ് തരും. നമുക്ക് വേണ്ട മാർഗനിർദ്ദേശം ദൈവത്തിൻ്റെ അരൂപി കൃത്യസമയത്ത് ഇങ്ങനെ തന്ന് നമ്മൾ മുന്നോട്ട് നയിക്കും. ഹല്ലേലൂയ! അത് വലിയൊരു എക്സ്പീരിയൻസ് ആണ്. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ മറുകരയ്ക്ക് പോകുക. ഈശോ നിർബന്ധിക്കുകയാണ് അവരെ മറുകരയ്ക്ക് പോകാൻ. അവരെ വഞ്ചിയിൽ കയറ്റി മറുകരയ്ക്ക് വിട്ടു. കർത്താവ് എന്താ ചെയ്തത്? പ്രാർത്ഥിക്കുവാൻ മലയിലേക്ക് പോയി. കർത്താവ് നല്ലൊരു മാതൃകയാണ് നമുക്ക് തരുന്നത്. കാലത്തെ വിവേചിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇപ്രകാരം തന്നെ പ്രാർത്ഥനയുടെ ആത്മാവിൽ നിറയണം. പ്രാർത്ഥനയുടെ ചൈതന്യം കൊണ്ട് നിറയണം. നമ്മുടെ കുടുംബങ്ങളിൽ പ്രാർത്ഥനയുടെ അരൂപി കത്തിപ്പടരണം. നമ്മുടെ കൂട്ടായ്മകളിൽ, നമ്മുടെ സമൂഹങ്ങളിൽ, നമ്മുടെ സമർപ്പിതരിൽ, വന്യവൈദികരിൽ, നമ്മുടെ യുവജനങ്ങളിലെല്ലാം പ്രാർത്ഥനയുടെ തീ കാട്ടുതീ പോലെ പടരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ പ്രകാരം പാടുന്നില്ലേ? ആ ഇരടികൾ പാടി ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് ഈ സെഷൻ നമ്മുടെ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കാം. ഈശോ 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 ഈശോ. പ്രാർത്ഥനയാലെ സാധിക്കാത്ത കാര്യമില്ലൊന്നും, പ്രാർത്ഥിക്കാത്ത കാരണത്താൽ ലഭിക്കുകയില്ലൊന്നും. പ്രാർത്ഥനയാലെ സാധിക്കാത്ത കാര്യമില്ലൊന്നും, പ്രാർത്ഥിക്കാത്ത കാരണത്താൽ ലഭിക്കുകയില്ലൊന്നും. പ്രേ 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 പരിശുദ്ധാത്മാവിൽ നമ്മൾ പ്രാർത്ഥിക്കുക. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ചയിൽ ദൈവവചനം നമ്മൾ ധ്യാനിക്കുന്നത് ദൈവത്തിൻ്റെ വിളി തിരിച്ചറിഞ്ഞ് ജീവിക്കുക. ഈ ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്കെല്ലാവർക്കും കടന്നു വരാം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ കർത്താവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ.